Hello, welcome to this month's segment of Abuela's Kitchen. My name is Trisha and I'm here with my mom Anna. Today we'll be making chicken stew, which is a type of curry from Kerala, a state in southern India. Alright, let's get started! Hello, my name is Anna. I'm Trisha's mom. I'm going to speak in Malayalam today. ഇന്നത്തെ ചിക്കൻ സ്റ്റൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ലാസ്റ്റ് നൈറ്റിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മാരിനേറ്റ് ചെയ്യാനെടുത്ത കാര്യങ്ങൾ ലെമൺ ജ്യൂസ്, ബ്ലാക്ക് പെപ്പർ, ക്രഷ് പെപ്പർ ഓർ ചില്ലി ഫ്ലേക്സ്, ടർമറിക്, സോൾട്ട്, ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചാണ് അതിൻ്റെ ഗരം മസാല ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഫെനൽ സീഡ്, സിനമൻ, ക്ലോവ്സ്, കാർഡമം, നട്ട്മെഗ് ആൻഡ് സ്റ്റാർ അനീസ് അതെല്ലാം കൂടെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ് ഗരം മസാല. അത് എല്ലാം കൂടെ ലാസ്റ്റ് നൈറ്റ് മിക്സ് ചെയ്ത് വെച്ചു. അറ്റ്ലീസ്റ്റ് 2 hours മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന നല്ലതാണ്. അപ്പം ചിക്കൻ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ കിട്ടും ഗരം മസാലയുടെ. പിന്നെ വേണ്ടത് പൊട്ടറ്റോ. യൂഷ്വലി നാട്ടിലൊക്കെ പൊട്ടറ്റോ മാത്രമേ എടുക്കത്തുള്ളൂ. ഞാൻ ക്യാരറ്റും ഗ്രീൻ പീസും കൂടെ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ, ഗാർലിക്, ഓണിയൻ ഇതെല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ കറിവേപ്പില അല്ലെങ്കിൽ കറി ലീവ്സ്, ഇത് ബാക്കി ആടിയിൽ തന്നെ ഉള്ള നമ്മുടെ പ്ലാന്റിൽ നിന്നാണ്. പിന്നെ പച്ചമുളകും നമ്മുടെ യാർഡിൽ ഇത് തന്നെയാണ്. പിന്നെ വേണ്ടത് കോക്കനട്ട് മിൽക്ക്, സോൾട്ട്, അത് ഗരം മസാല, മഞ്ഞൾ പൊടി, കടുക്, കൊറിയാണ്ടർ പൗഡർ. ഇത് കുക്ക് ചെയ്യാനുള്ള പാന് സ്റ്റൗ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അത് നല്ലതായിട്ട് ചൂടാകുമ്പം ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കാണും കറിക്ക്. കോക്കനട്ട് ഓയിൽ പാത്രം ചൂടാകുമ്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഞാൻ അതിന് 2 സ്പൂണ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതെല്ലാം വഴന്ന് വരാനായിട്ട് ഇച്ചിരി ഓയിൽ വേണം, അതുകൊണ്ട് 2 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് ഓയിൽ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പം മസ്റ്റാർഡ് ഇടുന്നു. മസ്റ്റാർഡ് വേണമെങ്കിൽ ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഇടുന്നതാണ് ഒന്നുകൂടെ നല്ലത്. പക്ഷെ ഞാനിപ്പോൾ അങ്ങ് ഇടാൻ പോവുക. ആദ്യം അങ്ങ് ഓയിൽ ചൂടായി കഴിയുമ്പോൾ അങ്ങ് മസ്റ്റാർഡ് ഇടുക. ശരിക്കും ചൂടായില്ലായിരുന്നെന്ന് തോന്നുക. നല്ലതായിട്ട് ചൂടായാൽ ഇടുന്ന ഉടനെ അത് പൊട്ടി വരും. അത് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യുക. പാൻ്റെ മേളിൽ ആ ലിഡ് ഒന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ അത് പൊട്ടുമ്പോൾ അവിടെ എല്ലാം അങ്ങ് വീഴും. അതുപോലെ കറിവേപ്പില അങ്ങോട്ട് ഇട്ടിട്ട് അതും ഒന്ന് കവർ ചെയ്ത് പിടിച്ചു. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇടുക. ജിഞ്ചർ ആദ്യം ഇട്ടു. ജിഞ്ചറിൻ്റെ ആ ഒരു ശകലം ഒന്ന് ചൂടായിക്കോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്ത്. ഇനി ഗാർലിക് ഇട്ടു. ഇടയ്ക്കൊക്കെ കട്ടാകാതെ കിടക്കുന്നെന്ന് തോന്നുന്നു, പെട്ടെന്ന് അരിഞ്ഞ് വെച്ചതാണ്. അത് സാരമില്ല, അത് ചൂടാകുമ്പോൾ അങ്ങ് സോഫ്റ്റ് ആയിക്കോളും. ഓക്കെ, ഇനി ഓണിയൻ ഇടാം. ഓണിയൻ ഞാനിത് ശകലം വലുതായിട്ട് അരിഞ്ഞത്, കാരണം ഒത്തിരി അങ്ങ് വെന്ത് അങ്ങ് സോഫ്റ്റ് ആയിപ്പോണ്ട്. നല്ലതായിട്ട് കുക്കാവുകയും വേണം, എന്നാൽ അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് സോഫ്റ്റായി അങ്ങ് കാണാൻ വയ്യാത്ത പോലെ ആയിക്കാണ്ട് കുക്ക്ഡായിട്ട് അതിനകത്തൊന്ന് കാണണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞത്. ഇനി അത് നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ശകലം സോൾട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് സോഫ്റ്റായിട്ട് വരും. സോൾട്ട് ചിക്കനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ ഇപ്പം. ഈ ഒണിയനും അതിനൊക്കെ ഉള്ളത് മാത്രം. വേണമെങ്കിൽ പിന്നെ ലാസ്റ്റിൽ ആഡ് ചെയ്താൽ മതി. ചിക്കൻ സ്റ്റൂ ഒന്നും എന്നും നമ്മുടെ വീടുകളിലൊന്നും പണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ലായിരുന്നു. ചിക്കനൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. പണ്ടൊന്നും ചിക്കൻ അങ്ങനെ എന്നും ചിക്കൻ സ്റ്റൂവും ചിക്കൻ കറിയും ഒന്നും ഉണ്ടാക്കത്തില്ല. അത് സ്പെഷ്യൽ ഒക്കേഷൻ ലൈക്ക് ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് യൂഷ്വലി ഉണ്ടാക്കുന്നത്.
അന്നൊക്കെ എല്ലാവർക്കും വീടുകളിലൊക്കെ ചിക്കൻ ഉണ്ടായിരുന്നു, അതായിരുന്നു സാധാരണ എടുക്കുന്നത്. ഇപ്പോൾ എവറിഡേ ചിക്കന് ഉണ്ട്, അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം പണ്ടൊക്കെ ചിക്കൻ സ്റ്റൂ ഒക്കെ വെക്കുമ്പം വലിയ ഒരു പ്രത്യേകതയായിരുന്നു അന്ന്. ഒക്കെ ഞാൻ ടർമറിക് ഇടുവാണ്. ആ കൂട്ടത്തിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇടുക, 2 സ്പൂണ് മല്ലിപ്പൊടി. അതെല്ലാം ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ ഒരു പച്ചമണം ഉണ്ട്, അത് പോകണം. ഞാൻ പച്ചമുളക് നേരത്തെ ഇടാൻ അങ്ങ് മറന്നുപോയി, ഇപ്പോൾ ഇടുക. അത് ആക്ച്വലി ഉള്ളിയൊക്കെ വഴറ്റിയ കൂട്ടത്തിൽ ഇടേണ്ടതായിരുന്നു, അതങ്ങ് മറന്നുപോയി. എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അതൊന്ന് മാറണം. അതിനായിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അത് നല്ലതായിട്ട് ചൂടാകുന്നിടം വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓണിയനും മസാലയും എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ആകണം. നല്ലതായിട്ട് ചൂടാകുമ്പോൾ ചിക്കൻ്റെ കളറൊന്ന് മാറും ശകലം. അത് കഴിഞ്ഞിട്ട് പിന്നെ വെജിറ്റബിൾസ് ചേർത്താൽ മതി. ചിക്കൻ സ്റ്റൂ യൂഷ്വലി നല്ല കോമ്പിനേഷന് അപ്പം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് പാൻ കേക്ക് പോലെ തോന്നും കണ്ടാൽ. അതും റൈസ് ഫ്ലവർ കൊണ്ടുണ്ടാക്കുന്നതാണ്. റൈസ് ഫ്ലവർ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോക്കനട്ട് ബ്ലെൻഡ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് അത് ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് അത് എടുത്ത് ഉണ്ടാക്കിയെന്നതാണ് അപ്പം. ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് ഇനി വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ആദ്യം പൊട്ടറ്റോ ചേർക്കുന്നു, ഇനി ക്യാരറ്റ് ചേർക്കാം. പീസ് ഞാനിപ്പം ചേർക്കുന്നില്ല, അത് പെട്ടെന്ന് കുക്ക്ഡ് ആകും, അതുകൊണ്ട് അത് ലാസ്റ്റ് ചേർത്താൽ മതി. ഇതൊക്കെ ഒന്ന് കുക്ക്ഡായിട്ട് ചേർത്താൽ മതി. ഈ ടൈപ്പ് സ്റ്റൂ ഇനിയും ചിക്കൻ കഴിക്കാത്തവർക്ക് വെജിറ്റബിൾസിലും ഉണ്ടാക്കാം, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാം. അതിനകത്ത് വെജിറ്റബിൾ സ്റ്റൂവിനകത്ത് പീസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, ബീൻസ്, കോളിഫ്ലവർ അതൊക്കെ ചേർത്തുണ്ടാക്കാം. അല്ലെങ്കിൽ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാം, ഡക്ക് സ്റ്റൂ ഉണ്ടാക്കാം. മട്ടൺ സ്റ്റൂ, ഡക്ക് സ്റ്റൂ ഒക്കെ കോമൺ ആയിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പം ഓർ നാൻ, ചപ്പാത്തിയുടെ കൂടെ കോമ്പിനേഷനാണ്. ഇൻ കേസ് വെള്ളം കുക്ക്ഡ് ആയില്ലെങ്കിൽ ബോയിൽഡ് വാട്ടർ ചേർക്കാം, ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കല്ല. സോ അത് കവർ ചെയ്ത് കുക്കാകാൻ വെക്കണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ലിഡ് ഒന്ന് മാറ്റി ഇളക്കി കൊടുക്കണം, അത് അടി പിടിക്കാതെ നോക്കണം. കുക്കാകുന്നിടം വരെ അതിനകത്ത് വെള്ളം ഉണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, ഇപ്പം ചിക്കനും വെജിറ്റബിൾസ് എല്ലാം കുക്ക്ഡായി. അന്നേരം ഞാൻ ഈ പീസ് ആഡ് ചെയ്യുകയാണ്. അത് പെട്ടെന്ന് കുക്ക്ഡാകും, ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. അത് ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് അത് കുക്ക്ഡാകും. ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കട്ടെ അത് കുക്ക്ഡായോ എന്നുള്ളത്. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ക്യാൻ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നത്. കാഷ്യൂ സോക്ക് ചെയ്ത് അത് പേസ്റ്റാക്കി അതും കൂടെ ചേർക്കാം. പക്ഷെ ഞാനിപ്പം ചേർക്കുന്നില്ല. അതുകൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും, കാഷ്യൂവിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ. പക്ഷേ ഇപ്പം ഞാൻ കോക്കനട്ട് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇച്ചിരി തിക്കായിട്ടായി കറി എടുക്കുന്നത്. ഇനിയും ഗ്രേവി വേണമെങ്കിൽ മോർ മിൽക്ക് ആഡ് ചെയ്യാം, അപ്പം കുറേ കൂടെ ഗ്രേവി കിട്ടും, കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കും. ഞാൻ പക്ഷേ ഇപ്പം തിക്കായിട്ടാണ് എടുക്കുന്നത്. കുറച്ച് കാഡമം പൗഡറാക്കി ചേർക്കുന്നുണ്ട്, അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിന് ടേസ്റ്റും ഫ്ലേവർ വരും. അതിന് നല്ല പൗഡറാക്കി അങ്ങോട്ട് ചേർക്കാൻ പോവുക.
ഇത് എൻ്റെ മാമ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ലായിരുന്നു. കഴിക്കാൻ മാത്രമേ അവിടെ കാണത്തുള്ളൂ. പിന്നെ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പം അങ്ങ് പഠിച്ചു. ഇത് ചിക്കൻ സ്റ്റൂ ഇപ്പം റെഡിയായി. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പം, നാൻ ഓർ റൊട്ടി, ഈവൻ വിത്ത് ബ്രെഡ്. Okay, that's it. It's ready to serve. Enjoy.